ഏകദേശം 3500 വർഷങ്ങൾക്ക് മുമ്പ് മരുഭൂമിയുടെ ഹൃദയത്തിൽ ഇന്ന് സീനായി പെനിൻസുല എന്നറിയപ്പെടുന്ന പ്രദേശത്ത് ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് തന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നു. അവന്റെ പേര് മോസസ് എന്നായിരുന്നു. ചരിത്രം പറയുന്നത്, അഥവാ ബൈബിൾ പറയുന്നത്, അവൻ ഒരിക്കൽ ഈജിപ്തിലെ രാജസന്നിധിയിൽ വളർന്നവനായിരുന്നു. പിന്നീട് ഒരു സംഭവത്തെ തുടർന്ന് മരുഭൂമിയിലേക്ക് ഒളിച്ചോടി. അവിടെ ഏകദേശം 40 വർഷം ഒരു സാധാരണ ഇടയനായിട്ടാണ് അവൻ ജീവിച്ചത്. ഒരു ആട്ടിടയനായി അവൻ ജീവിച്ചു. ഒരു ദിവസം തന്റെ ആടുകളെ മേയിച്ച് അവൻ സീനായി മലയുടെ അടിവാരത്തിലെത്തിയപ്പോൾ അവൻ കണ്ട കാഴ്ച മനുഷ്യ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വിചിത്രമായ ഒരു ദൃശ്യമായിരുന്നു. ഒരു മുൾപടർപ്പ് അഗ്നിക്കിരയായിരിക്കുന്നു. എന്നാൽ ആ മുൾപടർപ്പ് വെന്തുപോകുന്നില്ല. ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകത്തിലാണ്. ഇത് ഒരു പ്രകൃതി ദൃശ്യമാണോ? ചരിത്രകാരന്മാർ ചില തിയറികൾ പറയുന്നു. മരുഭൂമിയിലെ ഗ്യാസ് തീ പിടിച്ചിരിക്കാം. ചില പോസിബിലിറ്റീസ് ആണ്. ചില സസ്യങ്ങൾ പ്രകാശം പ്രതിഫലിപ്പിച്ച് തീ പോലെ തോന്നാം. എന്നാൽ ഈ തിയറികളൊന്നും ഇവയിലൊന്നും പൂർണ്ണമായി ഇതിനെ വിശദീകരിക്കാൻ സാധ്യമല്ല. കാരണം മോശേ മോശേ എന്ന വലിയൊരു ശബ്ദം ആ തീയിൽ നിന്ന് മോശ കേട്ടതായി ബൈബിൾ പറയുന്നു. ചരിത്ര പശ്ചാത്തലത്തിലേക്ക് ഒന്ന് നമുക്ക് തിരിഞ്ഞു നോക്കാം. AD 330-കളിൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ മാതാവായ ഹെലീന രാജ്ഞി ഈ സ്ഥലം സന്ദർശിച്ചപ്പോൾ അവിടെ ഒരു മുൾപടർപ്പ് ഉണ്ടായിരുന്നതായി രേഖകളുണ്ട്. അന്ന് അവിടെ ഒരു ചാപ്പൽ പണിയുവാൻ അവർ ഉത്തരവിട്ടു. AD 550-കളിൽ ജസ്റ്റീനിയൻ ചക്രവർത്തി ഇന്ന് കാണുന്ന വലിയ മോൺസ്റ്ററി പണിതപ്പോൾ ഈ ചെടി അവിടെ തന്നെ സംരക്ഷിക്കപ്പെട്ടു. ചരിത്രത്തിൽ കുറഞ്ഞത് 1700 വർഷത്തോളമുള്ള രേഖകളിൽ ഈ ചെടിയെപ്പറ്റി പരാമർശിച്ചിട്ടുണ്ട്. ഏറ്റവും പഴയതും പ്രശസ്തവുമായ യാത്രാ വിവരണം പശ്ചിമ യൂറോപ്പിൽ നിന്നുള്ള ഏജീരിയ എന്ന വനിതയുടേതാണ്. 4-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ അവർ സീനായി സന്ദർശിച്ചപ്പോൾ ഈ ചെടി അവിടെ ഉണ്ടായിരുന്നതായി അവിടെ രേഖപ്പെടുത്തി. 15-ാം നൂറ്റാണ്ടിൽ സന്ദർശിച്ച ഫെലിക്സ് ഫാബ്രി എന്ന യാത്രികൻ ഈ ചെടിയെക്കുറിച്ച് വിസ്മയത്തോടെയാണ് സംസാരിക്കുന്നത്. ലോകത്തിന്റെ മറ്റൊരു ഭാഗത്തും കാണാത്ത തരത്തിലുള്ള ഇലകളും മുള്ളുകളുമാണ് ഈ ചെടിക്കുള്ളതെന്ന് അദ്ദേഹം നിരീക്ഷിച്ചു. ഇന്നേക്ക് ഏകദേശം 3300 മുതൽ 3500 വരെ വർഷങ്ങൾക്ക് മുമ്പാണ് സീനായി മലയിൽ ഈ അത്ഭുത സംഭവം നടന്നത്. ഇത്രയും ദീർഘമായ കാലയളവ് പിന്നിട്ടിട്ടും ആ ദർശനത്തിന്റെ സ്മരണ പുതുക്കിക്കൊണ്ട് ആ മുൾപടർപ്പ് ഇന്നും അവിടെ നിലനിൽക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും വലിയ അത്ഭുതം. ഇതൊക്കെ നമ്മോട് പറയുന്നത് ചരിത്രത്തിൽ ദൈവത്തിന്റെ ഇടപെടലുകളെ കുറിച്ചാണ്. എന്നാൽ ശാസ്ത്രത്തിന് ഉത്തരം കിട്ടാതെ നിൽക്കുമ്പോൾ സസ്യശാസ്ത്രജ്ഞന്മാരെ സംബന്ധിച്ച് ഈ മുൾപടർപ്പ് ഒരു വലിയ കടങ്കഥയാണ്. സാധാരണ ഇനത്തിൽപ്പെട്ട ഇത്തരം ചെടികൾക്ക് ഏതാനും പതിറ്റാണ്ടുകൾ മാത്രമേ ആയുസ്സുണ്ടാകൂ. എന്നാൽ ഇന്നും ഈ ചെടി തഴച്ചു നിൽക്കുന്നു. പല ശാസ്ത്രജ്ഞന്മാരും ഈ ചെടിയുടെ ശാഖകൾ മുറിച്ചെടുത്ത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നട്ടുപിടിപ്പിക്കാൻ ശ്രമിച്ചു. ഉദാഹരണത്തിന് ലണ്ടനിലെ ക്യൂൻ ഗാർഡൻസിൽ നട്ടുപിടിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഒരു പ്രത്യേക സ്ഥാനത്തല്ലാതെ മറ്റൊരു മണ്ണിലും ഇത് ഇതുവരെ വളർന്നിട്ടില്ല എന്ന് തന്നെ വലിയൊരു വിസ്മയമായി തുടരുകയാണ്. പക്ഷേ സീനായിലെ ആ ഒരു പ്രത്യേക മണ്ണിലല്ലാതെ മറ്റൊരിടത്തും ഈ ചെടി ഇതുവരെ വളർന്നിട്ടില്ല. ഭൂമിയിലെ മറ്റൊരു മണ്ണും ഈ അത്ഭുതത്തിന് പൊരുത്തപ്പെടുന്നില്ല എന്നുള്ളതാണ് സത്യം. കല്ലുകളിൽ പതിഞ്ഞ ദൈവത്തിന്റെ ഒപ്പ്. സീനായി മലയുടെ മറ്റൊരു പ്രത്യേകത അവിടുത്തെ കല്ലുകളാണ്. ഈ കല്ലുകൾ പൊട്ടിച്ചു നോക്കിയാൽ അതിന്റെ ഓരോ അടരിലും ലെയേഴ്സിലും ആ മുൾപടർപ്പിന്റെ രൂപം കൃത്യമായി പതിഞ്ഞിരിക്കുന്നത് കാണാം. പുറമേ കാണുന്ന ചിത്രമല്ല ഇത്, മറിച്ച് കല്ലിന്റെ ഉള്ളിലും ഇതേ രൂപം തന്നെ കുത്തിവെക്കപ്പെട്ടിരിക്കുന്നു. ശാസ്ത്രം ഇതിനെ ഡെൻഡൈറ്റുകൾ എന്ന് ശാസ്ത്രജ്ഞർ കരുതുന്നുണ്ടെങ്കിലും ഈ രൂപങ്ങൾ ഇത്ര കൃത്യമായി ഒരു മുൾപടർപ്പിന്റെ ആകൃതിയിൽ മാത്രം ആ മലയിൽ കാണപ്പെടുന്നത് എന്തുകൊണ്ടാണെന്നതിന് പൂർണ്ണമായ ഉത്തരം നൽകാൻ ശാസ്ത്രജ്ഞർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. ബൈബിൾ ചരിത്രത്തിലോട്ടൊന്ന് കണ്ണോടിച്ചാൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവത്തിന്റെ ഇടപെടലുകളാണ്. സീനായിലെ മുൾപടർപ്പിൽ വെച്ച് ദൈവം മോശയ്ക്ക് തന്റെ നാമം വെളിപ്പെടുത്തിയത് ഞാനാകുന്നു എന്നവൻ ഞാനാകുന്നു, ആയാം ഹു ആയാം എന്നാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം യേശുക്രിസ്തു യോഹന്നാന്റെ സുവിശേഷത്തിൽ അബ്രഹാം ഉണ്ടാകുന്നതിന് മുമ്പേ ഞാനുണ്ട്, ആയാം എന്ന് പ്രഖ്യാപിക്കുമ്പോൾ താൻ തന്നെയാണ് സീനായിൽ മോശയോട് സംസാരിച്ച ആ ദൈവമെന്ന് ലോകത്തോട് വെളിപ്പെടുത്തുകയാണ്. മുൾപടർപ്പിൽ അദൃശ്യനായിരുന്ന അതേ ആയാം
പുതിയ നിയമത്തിൽ യേശുവിലൂടെ ദൃശ്യമായി എന്നുള്ളതാണ് സത്യം. സീനായിൽ കണ്ട ആ തീ അതൊരു സാധാരണ തീയായി അല്ലായിരുന്നു, ദൈവത്തിൻ്റെ സാന്നിധ്യമായിരുന്നു. ഇന്ന് ലോകം ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നു, ടെക്നോളജിയിൽ വിശ്വസിക്കുന്നു. പക്ഷേ ചരിത്രം ഒരിക്കലും പൂർണ്ണമായി മറക്കാൻ കഴിയത്തില്ല. ആ തീ കൊളുത്തിയ ചെടി ഇന്ന് നമുക്ക് കാണുവാൻ കഴിയും. പക്ഷേ ആ സംഭവത്തെ രേഖപ്പെടുത്തിയ ബൈബിൾ ഇന്നും നമ്മോടൊപ്പമുണ്ട്. അതിലെഴുതിയിരിക്കുന്ന ദൈവം ചരിത്രത്തിലൊരു കഥാപാത്രമല്ല, അവൻ ഇന്നും ജീവിക്കുന്നു. അവൻ്റെ പേര് ജീസസ് ക്രൈസ്റ്റ്. അതെ, ചരിത്രം സാക്ഷ്യം പറയുന്നു. അവൻ ക്രൂശിക്കപ്പെട്ടു, അവൻ മരിച്ചു, പക്ഷേ 3-ാം ദിവസം അവൻ ഉയർത്തെഴുന്നേറ്റു. ഇത് വെറും വിശ്വാസമല്ല, ചരിത്രം രേഖപ്പെടുത്തിയ സത്യമായ ഒരു സംഭവം. ഇന്ന് ആ തീയുടെ ശബ്ദം മോശയോട് മാത്രമല്ല സംസാരിക്കുന്നത്, നമ്മളോട് ഓരോരുത്തരോടും കൂടിയാണ്. നീ അവനെ അന്വേഷിച്ചാൽ നീ അവനെ കണ്ടെത്തും. ബൈബിൾ സത്യമാണ്. യേശു ഇപ്പോഴും ജീവിക്കുന്നു.